أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا. نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما. يدخل من يشاء في رحمته والظالمين أعد لهم عذابا أليما. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻസാനിലെ അവസാനത്തെ 5 ആയത്തുകളാണ് ഓതി വച്ചത്. ഇവിടെ അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില. ഇന്ന ഹഉലായി, തീർച്ചയായും ഈ കൂട്ടർ, ഈ ആളുകൾ, യുഹിബ്ബൂനൽ ആജിലത, അവർ ഐഹിക ജീവിതത്തിന്, ക്ഷണികമായ ജീവിതത്തിന് താല്പര്യം കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു. ഈ ആളുകൾക്ക് ഐഹിക ജീവിതത്തിനോടാണ് കൂടുതൽ താല്പര്യം. വയദറൂന, അവർ ഒഴിവാക്കുന്നു, പിറകോട്ട് വലിച്ചെറിയുന്നു, വറാഅഹും, അവരുടെ പിൻഭാഗത്തേക്ക്, യൗമൻ സഖീല, ഭാരമുള്ള ഒരു ദിവസത്തെ അവർ പിറകോട്ട് വലിച്ചെറിയുകയാണ്. നഹ്നു ഖലഖനാഹും, നാമാണ് അവരെ സൃഷ്ടിച്ചത്. വശദദ്ന അസ്രഹും, അവരുടെ പേശീബലം നൽകിയത്, ശരീരത്തിന് ആരോഗ്യം നൽകിയത്, ശരീരത്തിന് നല്ല ശക്തി നൽകിയത് നാമാണ്. വൈദാശീന, നാം ഉദ്ദേശിച്ചാൽ, ബദ്ദൽന അംസാലഹും, അവരുടെ ഈ രൂപം തന്നെ മാറ്റിക്കളയും. നാം ഉദ്ദേശിച്ചാൽ നമ്മൾ അവരുടെ രൂപം തന്നെ മാറ്റിക്കളയും. തബ്ദീല, ഒരു മാറ്റൽ. നാം ഉദ്ദേശിച്ചാൽ അവരുടെ ശരീരഘടന തന്നെ മൊത്തത്തിൽ തന്നെ നമ്മൾ മാറ്റിക്കളയും. ഇന്ന ഹാദിഹി തദ്കിറ, തീർച്ചയായും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഫമൻ ഷാ, അതുകൊണ്ട് ആരുദ്ദേശിച്ചുവോ, ഇത്തഹദ, അവൻ സ്വീകരിക്കട്ടെ, ഇലാ റബ്ബിഹി സബീല, അവൻ്റെ രക്ഷിതാവിലേക്ക് ഒരു വഴി. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ആരുദ്ദേശിച്ചുവോ അവൻ അവൻ്റെ രക്ഷിതാവിലേക്കുള്ള മാർഗം തിരഞ്ഞെടുക്കട്ടെ. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കില്ല, ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് സ്വയം ഉദ്ദേശിക്കാൻ കഴിയില്ല. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, തീർച്ചയായും അള്ളാഹു നല്ല അറിവുള്ളവനാണ്, യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. യുദ്ഖലു മൻ യശാഉ ഫി റഹ്മതിഹി, അള്ളാഹു ഉദ്ദേശിച്ചവനെ അള്ളാഹു അവൻ്റെ റഹ്മത്തിലേക്ക്, അവൻ്റെ കാരുണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ അള്ളാഹു നേർമാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. വല്ലാലിമീന, അക്രമികളാകട്ടെ, അഅദ്ദലഹും, അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു, അദാബൻ അലീമ, വളരെ വേദനാജനകമായ ശിക്ഷ, വേദനിപ്പിക്കുന്ന ശിക്ഷ അള്ളാഹു അക്രമികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതായിരുന്നു കഴിഞ്ഞ ആയത്തിൽ. പകലിലുള്ള സുബഹ് നമസ്കാരവും ളുഹറും
അസർ, അതേപോലെ തന്നെ രാത്രിയാകുമ്പോഴുള്ള മഗ്‌രിബും ഇശാവുമൊക്കെ. അതിന് പുറമെ വസബ്ബിഹു ലൈലൻ ത്വബീല, ദീർഘനേരം രാത്രിയിൽ തഹജ്ജുദായി നമസ്കരിക്കാൻ, രാത്രി നമസ്കാരം നിർവഹിക്കാൻ അള്ളാഹു വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇവിടെ അള്ളാഹു സത്യനിഷേധികളുടെ ഉദാഹരണമാണ് പറയുന്നത്. അവർ ഇന്ന ഹൗല യുഹിബ്ബുനൽ ആജില, വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ, മുന്നിൽ കാണുന്ന കാര്യങ്ങൾ, അതിൽ മാത്രമായിരിക്കും ഇവർക്ക് താല്പര്യം. അഥവാ സത്യനിഷേധികളായ ആളുകൾ, അവർക്ക് പരലോകം വരെ കാത്തു നിൽക്കാനൊന്നും ഒഴിവില്ല. അവർക്ക് ഈ ഐഹിക ജീവിതത്തിൽ എന്തൊക്കെ കിട്ടും, എന്തൊക്കെയാണ് ഇവിടെ പെട്ടെന്ന് ലഭ്യമാവാൻ സാധിക്കുക, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അതോടനുബന്ധിച്ച് വയദറൂന വറാഅഹും യൗമൻ സഖീല, അവരുടെ പിന്നിലേക്ക് അവർ ശക്തമായൊരു ദിവസത്തെ വലിച്ചെറിയണം. പാരത്രിക ജീവിതം എന്ന് പറയുന്നതാണ് വളരെ ഭീഭത്സമായ, വളരെ പ്രയാസകരമായ ജീവിതം. അത് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്രയും ദൈർഘ്യമേറിയതാണ്, നീളം കൂടിയതാണ്. അതിനെപ്പറ്റി ഒരു ചിന്തയില്ലാത്ത അവസ്ഥയിലാണ് ഈ ആളുകളുണ്ടാവുക. ഭാരിച്ച ദിവസം എന്ന് പറഞ്ഞാൽ ദുർവഹവും ദുസ്സഹവുമായ അതിൻ്റെ കാഠിന്യവും അതേപോലെ തന്നെ ഗാംഭീര്യവും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൗമൻ സഖീല എന്ന് പറഞ്ഞാൽ ഭാരം കൂടിയ ഒരു ദിവസം. അള്ളാഹു പറയുന്നു, നഹനു ഖലഖ്നാഹും, നമ്മളാണ് അവരെ സൃഷ്ടിച്ചത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യരും അല്ലാത്തവരും ഒക്കെ തന്നെ. അതേപോലെ തന്നെ പേശീബലം നൽകിയതും ശരീരത്തിന് ആരോഗ്യം നൽകിയതും അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആകൃതി തന്നെ, രൂപം തന്നെ മാറ്റാൻ അള്ളാഹ്ക്ക് സാധിക്കും. മനുഷ്യൻ്റെ ആരോഗ്യം, മനുഷ്യൻ്റെ ഇന്നയാളുടെ മകനാണ്, ഇന്നയാളാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരാളെ പറ്റിയൊരു ധാരണ ഉണ്ടാവും. ആ ധാരണ തിരുത്തുന്നത് കൊണ്ട് ഒരൊറ്റ പനി വലിച്ചാൽ മതി, ആളാകെ ശുഷ്കിച്ച് ശാരീരിക ബലമില്ലാതെ ക്ഷയിച്ച് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. അതല്ല, എന്തെങ്കിലും ഒരു അസുഖം, തലയിൽ ട്യൂമറോ മറ്റോ വന്നു പോയാൽ അയാളുടെ ബുദ്ധിശക്തി ക്ഷയിച്ചു പോയാൽ മുമ്പത്തതൊന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറും. തനിഭ്രാന്തനായി മാറാൻ നിമിഷാർദ്ധം മതി. അതേപോലെ തന്നെ മാനസിക ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്, കൈക്കോ കാലിനോ എന്തെങ്കിലും സംഭവിച്ചാൽ, നടക്കാൻ കഴിയാതെ വന്നാൽ, കിടത്തത്തിൽ തന്നെ ആയിപ്പോയാൽ, അതൊക്കെ നമ്മൾ നിത്യം കാണുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ മനുഷ്യന് പെട്ടെന്ന് രൂപഭേദം സംഭവിക്കാൻ യാതൊരു പ്രയാസമില്ല. ഇതൊക്കെ അള്ളാഹു പറയുന്നത് ഇന്ന ഹാദിഹി തദ്കിറ, ഇതൊക്കെ ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തലിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ജീവിത രീതിയിലേക്ക് ഒരാൾക്ക് കടന്നു വരാൻ സാധിച്ചാൽ അയാൾ വിജയിച്ചു. അങ്ങനെ നന്മയിലേക്ക് വഴി തുറക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യരോട് ഉത്ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അമ്മാ തശാവുന ഇല്ലാ യശാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാലേ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുള്ളൂ. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്, യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ഇറാദത്ത്, അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അത് പക്ഷേ ഒരു മനുഷ്യൻ്റെ പ്രവർത്തനത്തിന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹു ഉദ്ദേശിക്കാതെ യാതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തീരുമാനം തീർച്ചയായും ദൈവഹിതവുമായി ബന്ധപ്പെട്ടതാണ്. അത് അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ട് വിശ്വസിക്കാനോ നിഷേധിക്കാനോ ഉള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ അതൊരിക്കലും തന്നെ ബാധിക്കില്ല. ഒരാൾക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് മാറാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഇറാദത്തും മനുഷ്യൻ്റെ പ്രവർത്തനവും തമ്മിൽ യാതൊരു വിധത്തിലും പ്രയാസം ഉണ്ടാക്കില്ല. ഒരാൾ ആവാതിരിക്കുന്നത് ഒരിക്കലും തന്നെ അള്ളാഹു അവനെ വിശ്വാസി ആവരുതെന്ന് വിചാരിച്ചതുകൊണ്ടല്ല, മറിച്ച് അവൻ്റെ പ്രവർത്തനവും പ്രയത്നവും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആവണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കും. പക്ഷേ ഒരു നിലക്കും അള്ളാഹു പറയുന്നത് കേൾക്കൂല എന്ന് ദുഷ്ടമനസ്സുവരെ നടക്കുകയാണ് ഒരാളെന്ന് വിചാരിച്ചാൽ അയാളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ അള്ളാഹു ആക്കൂല. അള്ളാഹുവിന് ഒരാളെപ്പറ്റി കൃത്യമായിട്ട് അറിയാം. അയാളുടെ മനസ്സങ്ങട്ടാ പോണത്, എങ്ങനെയാണ് അവരുടെ ചിന്ത പോകുന്നതൊക്കെ അറിയാം. ആ അറിവ് പക്ഷേ അയാളുടെ പ്രവർത്തനത്തെ ആ നിലക്ക് ബാധിക്കുകയും ഇല്ല. യുദ്ഹലു മൻ യശാഉ ഫി റഹ്മതി, അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ, അതായത് പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ അള്ളാഹു നേർവഴിയിലേക്ക് വഴി നടത്തും. അയാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിലേക്ക് നടത്തും.
റഹ്മത്ത് എന്ന് പറയുന്നത് ഇവിടെ ഈമാൻ, വിശ്വാസമാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശ്വാസം ഉൾക്കൊള്ളാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം അനിവാര്യമാണ്. റഹ്മത്ത് എന്നാൽ സ്വർഗമാണെന്നും വ്യാഖ്യാനിച്ച ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അടിമകളുടെ സ്വർഗപ്രവേശം എന്ന് പറയുന്നത് അവരുടെ അർഹതയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും അതിൻ്റെ പിന്നിലുണ്ടാകും എന്ന് കൂടി നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ച് സ്വർഗത്ത് പോകാമെന്ന് ധരിക്കരുത്. ആ പ്രവർത്തനത്തോടൊപ്പം അള്ളാഹുവിൻ്റെ ഔദാര്യം ഒരുപാട് വേണം. ആ ഔദാര്യവും കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ യുദ്ധഹല മയ്യഷാഉ ഫി റഹ്മത്തി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലേക്ക്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അള്ളാഹു ഉദ്ദേശിച്ചവരെ വഴി നടത്തും. വല്ലാലിമീന, അക്രമിയാണ് എങ്കിൽ, ഒരിക്കലും വിശ്വാസന മാർഗത്തിലേക്ക് പോകാൻ തയ്യാറില്ലാത്ത ആളുകൾ, അഅദ്ദലഹും അദാബൻ അലീമ, വളരെ വേദനിക്കുന്ന ശിക്ഷ അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നരകത്തിൽ നിന്ന് ഒഴിയണം, ആ ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് കയറണം. അതിനുള്ള സന്മനസ് നമ്മൾ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം അതുണ്ടാകും. ആ ഔദാര്യത്തോടെ സ്വർഗപ്രവേശനം നമുക്ക് എളുപ്പമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം സഹായിക്കട്ടെ, സ്വർഗസ്ഥരാക്കട്ടെ. നമ്മളിന്ന് മൺമറഞ്ഞു പോയ ആൾക്കാരെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു അവൻ്റെ ഔദാര്യം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളെല്ലാം അള്ളാഹു സഹായിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.